ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നറിയാം. ദൈവമല്ലാത്തവരൊക്കെ അവൻ കാണുന്നിടത്തെല്ലാം നമ്മൾ ആരാധിക്കുമ്പോൾ, ഭക്തിയോടെ അവൻ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ. ഇതുപോലെ കാലം ഹല്ലേലൂയ നമ്മൾ ആരാധിക്കുന്ന ദൈവം നമ്മളെ ഉണ്ടാക്കിയ ദൈവമാണ്. ഹല്ലേലൂയ. അതിന് പറയുന്നു ഒരു നാം മടങ്ങി നമസ്കരിക്കുക, നമ്മളെ നിർമ്മിച്ച കോവിഡ് മുമ്പിൽ മുട്ടുകുത്തുക. ഹല്ലേലൂയ. ദൈവമല്ലാത്തവരെ ദൈവം എത്ര ഭക്തിയോടെ ആരാധിക്കുമ്പോൾ അതുപോലെ നമ്മളെ ഉണ്ടാക്കിയ കർത്താവിന്റെ സന്നിധി ആമേൻ നമുക്ക് കടന്നു വന്നു. ആമേൻ നമ്മുടെ ദിവസം നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂമിയിൽ ആമേൻ ആ കർത്താവിന്റെ ഇഷ്ടത്തിൽ ഈ ഭൂമിയുടെ പരത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം കർത്താവിന്റെ നാമം മഹത്വമായി ഹല്ലേലൂയ നൽകി തരുന്ന ദൈവത്തിന്റെ അത്ഭുതകരം. ഹല്ലേലൂയ. ഇതെല്ലാം നമ്മൾ പ്രാപിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്താൽ മാത്രമാണ്. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. അതിന്റെ തിരുവനം പറയും നമ്മുടെ പ്രവൃത്തികളൊന്നും ആമേൻ ദൈവസന്നിധി ഒരു കാരണമല്ലാതെ നിൽക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ നമുക്ക് വന്നേ പറയാനുള്ള കർത്താവ് ആമേൻ സ്വതന്ത്രം എന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. എന്നെ തേടി വന്ന ദൈവത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ. ആമേൻ ആമേൻ. എത്രയോ പേർ നിത്യനാശത്തിലേക്ക് പിശാച് വലിച്ചെറിഞ്ഞപ്പോൾ കർത്താവിനെ അറിയാതെ ഈ ഭൂമിയിൽ അനേകർ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ അവർ നേടുന്നതെല്ലാം സമാധാനത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുമ്പോൾ ആമേൻ ദുഃഖത്തിൽ നിന്ന് തീരാ ദുഃഖത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുമ്പോൾ ഈ ഭൂമിയിൽ കർത്താവ് തരുന്ന സമാധാനത്തിൽ ഏത് സാഹചര്യത്തിലും നമുക്കായിരിക്കാൻ ഹല്ലേലൂയ ആമേൻ. ആമേൻ. ദൈവം നമുക്ക് തന്ന നന്മയുടെ ആമേൻ പവർ ആമേന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ. ഹല്ലേലൂയ. അതിലേറ്റവും വലിയ ദാനമാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും നമ്മൾ അനുഭവിക്കുന്ന ദൈവിക സമാധാനം. തീയുടെ നടുവിലും കാരാഗ്രഹത്തിന്റെ അനുഭവങ്ങളിലും അവൻ ഒറ്റപ്പെടുന്ന അനുഭവങ്ങളുടെ നടുവിലും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ കർത്താവ് ദൈവം തന്ന സമാധാനത്തോടെ എത്ര ശ്രേഷ്ഠമാണ്. ദൈവം തന്ന സന്തോഷത്തോടെ എത്ര ഉന്നതകരമായിരിക്കുന്ന അനുഭവമാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലൂടെ അറിയുന്നതോറും നമ്മുടെ കർത്താവിനെ നമുക്ക് എങ്ങനെ ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവം ഒഴികെ നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയും ഇല്ല. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രി കിടന്ന പല പ്രിയപ്പെട്ടവരും ഈ പ്രഭാതം കാണാൻ കഴിയാതെ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോൾ അത് വളരെ പറയുന്നു തന്റെ പ്രിയവനും ദൈവം ഉറക്കത്തെ കൊടുക്കുന്നു. കഴിഞ്ഞ രാത്രിയിലും നമുക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ ദൈവം പ്രയാസം. അനേകം പ്രിയപ്പെട്ടവർ കഴിഞ്ഞ രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. ചിലരൊക്കെ നമ്മൾ വിളിച്ച് പറയാറുണ്ട് ഇപ്പൊ ആമേൻ ഉറങ്ങാൻ കഴിയുന്നില്ല, ഉറക്കം വരുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞ രാത്രിയിലും നമുക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങി ഈ പ്രഭാതത്തിൽ ദൈവം നമ്മളെ താങ്ങി എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മളെ കൊണ്ടുവന്ന കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ ആമേൻ ആമേൻ. നമുക്കെല്ലാം ദൈവസന്നിധി പറയാൻ കഴിയുന്ന ഒരു കാര്യം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ദൈവ ഇഷ്ടത്തിലേക്ക് നമ്മൾ പോലും അറിയാതെ നമ്മളെ അടുപ്പിക്കുന്ന ഒരു ദൈവകൃപ നമ്മുടെ പേരുണ്ട്. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. സ്തോത്രം. എല്ലാവരും അതിന് പറയുന്നു കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തെ ആരെല്ലാം അറിഞ്ഞു ദൈവത്തിന്റെ രക്ഷ ആരെല്ലാം അനുഭവിക്കുന്നു അവർക്കെല്ലാം ഒരേപോലെ വിളിച്ചു പറയാൻ കഴിയും കർത്താവ് ഞങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഞങ്ങളെ ദൈവിക നന്മയ്ക്ക് യോഗ്യരാക്കി മാറ്റുന്ന ദൈവത്തിന്റെ കൃപ എത്ര വലുതാണ്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവം തന്ന കൃപയാൽ മാത്രമാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിൽ നമ്മുടെ മേലുള്ള ദൈവകൃപ എത്ര വലുതാണ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. സ്തോത്രം. അത് നമ്മളെ അന്ത്യത്തോളം നിർത്തുവാൻ കഴിയുള്ളതാണ്. അതുകൊണ്ട് പൗലോസിനോട് കർത്താവ് പറഞ്ഞു ഈ പ്രതിസന്ധിയിൽ നീ തളരേണ്ട കാര്യമില്ല, ഈ പ്രതികൂലത്തിൽ നീ വേദനിക്കേണ്ട കാര്യമില്ല, കാരണം എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. കാരണം ആ പ്രതിസന്ധിയിലെല്ലാം നിന്നെ മുന്നോട്ട് നടത്തുവാൻ ഞാൻ നിന്റെ മേൽ പകർന്ന ദൈവകൃപ നിനക്ക് മതിയായതാ. ഹല്ലേലൂയ. അങ്ങനെ ഇതുപോലെ കാലം അവൻ എത്ര പേർക്ക് ദൈവസന്നിധി കണ്ടാ പറയാൻ കഴിയും ദൈവം എന്റെ മേൽ പകർന്ന ദൈവകൃപ എന്റെ മേലുണ്ട്. ഹല്ലേലൂയ. അത് ഞാൻ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. ആ ദൈവകൃപയാണ് എന്നെ നടത്തുന്നത്. ഹല്ലേലൂയ. ഈ കൃപ മാത്രം മതി കർത്താവേ. ഹല്ലേലൂയ. ഈ കൃപ മാത്രം മതി എനിക്ക്. നമ്മൾ പല വിഷയങ്ങളുടെ മുൻപിൽ നമ്മുടെ പല പ്രാർത്ഥനാ വിഷയങ്ങളുടെ മുമ്പിലും മറുപടി കിട്ടാതിരിക്കുമ്പോൾ അവൻ നമ്മുടെ അകത്ത് ദൈവം നാമെ പകർന്നിരിക്കുന്ന പല നന്മകളെയും പിശാചി മറപ്പിച്ച് ഹല്ലേലൂയ നമ്മുടെ ദൈവത്തിന് നന്ദി പറയാൻ കഴിയാതിരിക്കുമ്പോൾ ഇതുപോലെ ഞാൻ പറയട്ടെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇതുപോലെ എത്ര പേർക്ക് പറയാൻ കഴിയും എന്റെ മേൽ ദൈവം പകർന്ന കൃപ എത്ര വലുതാണ്, അവനെ നിർത്തിയിരിക്കുന്ന ദൈവകൃപ എത്ര വലുതാണ്. ഇതുപോലെ കാലം ദൈവത്തിനെ വിളിച്ചു പറ കർത്താവിന്റെ വാഗ്ദത്തം പ്രാപിക്കുവാൻ ഈ കൃപ മാത്രം മതി നമുക്ക്. ഹല്ലേലൂയ. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ നമുക്ക് ദൈവത്തിന്റെ കൃപ മതിയാണ്. ഇതുപോലെ കാലം തിരിച്ചറിവോട് നിറഞ്ഞ മനസ്സോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പറയാം കർത്താവ് ഈ കൃപ മാത്രം മതി. നമ്മുടെ ദൈവത്തിന് തിരിച്ചറിവോടെ പറയാം. ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് നിങ്ങളായിരിക്കുന്ന ബലഹീനതയിൽ
ആ ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങളുടെ ലോകമണ്ഡലത്തിൽ ദൈവത്തിന്റെ കൃപ അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ തകർന്നിരിക്കുന്ന മാനസിക മണ്ഡലത്തിൽ ദൈവത്തിന്റെ കൃപ തികഞ്ഞു വരുവാനുണ്ട്. ആമേൻ, 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 ആമേൻ. ആ ദൈവ ശബ്ദം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കേട്ട് കഴിഞ്ഞപ്പോൾ ആമേൻ തനിക്കെതിരെ നിന്ന പ്രതിസന്ധിയെ താൻ സന്തോഷത്തോടെ പറയുകയാണ്, ഇത് ഞാൻ സഹിക്കുവാൻ ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ആമേൻ. ഇതിലും വലുത് ഞാൻ സഹിക്കുവാൻ തയ്യാറാണ്. കാരണം എന്താ? ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപയുടെ മേലുണ്ട്. ഹല്ലേലൂയ. അതുപോലെ നമുക്ക് ദിവസത്തിൽ പറയാം, ആമേൻ, കർത്താവേ, ഈ പ്രതിസന്ധിയുടെ നടുവിലെല്ലാം ആമേൻ അവിടുത്തെ കൃപ മാത്രം മതി എനിക്ക്. ഹല്ലേലൂയ. ആമേൻ. തിരിച്ചറിവുകൊണ്ട് ആമേൻ സ്വതന്ത്ര കൊടുക്കാൻ ദൈവം നമ്മുടെ മേൽ കൃപ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആമേൻ നമുക്ക് ഒരുമിച്ച് ഈ പാടുന്ന പാട്ട് ധ്യാനിച്ച് പാടി ദൈവകരങ്ങൾ നമ്മൾ അതിന് നമുക്ക് സമർപ്പിക്കാം.